ഹായ്, ഏവർക്കും ബ്ലാക്ക് മീഡിയയുടെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. 2014 അവസാനമായി ശമ്പള കമ്മീഷൻ നിയമിച്ചത്. അതിനുശേഷം 8ാം ശമ്പള കമ്മീഷൻ ഉടനെ നിയമിക്കുമെന്നും സർക്കാർ ഉദ്യോഗസ്ഥരുടെയും പെൻഷൻകാരുടെയും ശമ്പളം വർദ്ധിപ്പിക്കുമെന്നും അറിയിച്ചിരുന്നു. എന്നാൽ നാളിതുവരെയായി ഇതിനുവേണ്ടി ഒരു അധ്യക്ഷനെയോ കമ്മീഷനെയോ നിയമിച്ചിട്ടില്ല. ഇങ്ങനെയൊരു നിയമം നടന്നാൽ മാത്രമേ ശമ്പള കമ്മീഷൻ മുന്നോട്ട് വരികയും അതിലൂടെ എത്ര രൂപയാണ് വർദ്ധിപ്പിക്കേണ്ടതെന്നും വർധനവിന്റെ കാര്യങ്ങളും നിശ്ചയിക്കാൻ സാധിക്കൂ. നാളിതുവരെയായി യാതൊരു മാറ്റവുമില്ലാതെ തുടരുകയാണ്. ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ ഇതിനെ ചൊല്ലി ആശങ്കയിലാണ്. അടുത്ത വാർത്ത, റെയിൽവേ ടിക്കറ്റ് ബുക്കിങ്ങിന് ആധാർ കാർഡ് നിർബന്ധമാക്കിയിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതാ റെയിൽവേ പുതിയൊരു ആപ്ലിക്കേഷൻ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. റെയിൽ വൺ എന്നുള്ള ആപ്ലിക്കേഷനാണ് പുതിയതായി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി ബുക്കിങ്ങിന് വേണ്ടിയും അതുപോലെ പ്ലാറ്റ്ഫോം ബുക്കിങ്ങിന് വേണ്ടിയും ഭക്ഷണത്തിന് വേണ്ടിയും വേറെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. റെയിൽ വൺ എന്നുള്ള ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇനി ഈ ആപ്ലിക്കേഷനിലൂടെ തന്നെ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. എല്ലാം വൺ വേയിലൂടെ ആക്കുന്നതിന് വേണ്ടിയാണ് പുതിയ ആപ്ലിക്കേഷന്റെ നിർമ്മാണം. അടുത്ത വാർത്ത, പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷം പാകിസ്ഥാനുമായുള്ള കച്ചവട ബന്ധം ഇന്ത്യ അവസാനിപ്പിച്ചെങ്കിലും ഇന്ത്യൻ സാധനങ്ങൾ മറ്റു പല വഴികളിലൂടെയും പാകിസ്ഥാൻ വാങ്ങിക്കൂട്ടുകയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് ശേഷമാണ് ഇന്ത്യ പാകിസ്ഥാനുമായിട്ടുള്ള വ്യാപാര കരാറുകൾ റദ്ദു ചെയ്തത്. പക്ഷേ ഇന്ത്യയിൽ നിന്ന് ലഭിക്കേണ്ട സാധനങ്ങൾ ലഭിക്കാതെ ആയതോടുകൂടി പാകിസ്ഥാനിലെ ഭരണകൂടം അത് വാങ്ങുന്നതിന് വേറെ പല വഴികളും തേടുകയാണ്. അതിനുവേണ്ടി മറ്റു രാജ്യങ്ങളുടെ സഹായം നേടിയെടുത്തുകൊണ്ടാണ് ഇന്ത്യൻ സാധനങ്ങൾ അവരുടെ വിപണിയിലേക്ക് എത്തിക്കുന്നത്. അടുത്ത വാർത്ത, PM കിസാൻ 20ാമത്തെ ഗഡു വിതരണത്തിനായി എല്ലാവരും കാത്തിരിക്കുകയാണ്. 20ാം ഗഡു വിതരണത്തിനായുള്ള തീയതി ഇപ്പോൾ നിലവിൽ വരികയാണ്. പ്രധാനമന്ത്രി വിദേശ പര്യടനം കഴിഞ്ഞ് ഈ മാസം 17ാം തീയതി തിരിച്ചെത്തും. 18ാം തീയതി ബീഹാറിൽ വെച്ചിട്ടുള്ള പ്രോഗ്രാമിലായിരിക്കും 20ാം ഗഡു വിതരണത്തിനുള്ള തുടക്കം കുറിക്കുക. എല്ലാവർക്കും ഈ 18ാം തീയതി തന്നെ എല്ലാം ലഭിക്കുമെന്നുള്ള കാര്യം ഉറപ്പിക്കാവുന്നതാണ്. അടുത്ത വാർത്ത, ഇന്നത്തെ 22 കാരറ്റ് സ്വർണത്തിന്റെ വില 1 ഗ്രാമിന് 9,060 രൂപയും 1 പവൻ സ്വർണത്തിന് 72,480 രൂപയുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1 ഗ്രാം സ്വർണത്തിന് 50 രൂപയുടെ വർധനവും 1 പവൻ സ്വർണത്തിന് 400 രൂപയുടെ വർധനവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 18 ക്യാരറ്റ് ഗോൾഡിന്റെ റേറ്റ് 1 ഗ്രാമിന് 7,413 രൂപയും 1 പവൻ ഗോൾഡിന്റെ റേറ്റ് 59,304 രൂപയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 ഗ്രാം സ്വർണത്തിന് 41 രൂപയും 1 പവൻ സ്വർണത്തിന് 328 രൂപയുടെയും വർധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ അപ്ഡേഷനുകളുമായി നാളെ വീണ്ടും കാണാം. ചാനൽ കാണുന്ന എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോകൾ ഷെയർ ചെയ്യാനും മറക്കാതെ. താങ്ക്